ഹലോ എവ്രി വൺ. അപ്പോൾ ലെറ്റ്സ് എക്സ്പ്ലോർ സെർബിയ. അപ്പോൾ സെർബിയയിലേക്ക് ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്നവരെല്ലാം വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്തോളൂ. കാരണം ചെറിയ ചില വിവരങ്ങൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലണ്ടനിലെ ല്യൂട്ടൺ എയർപോർട്ടിൽ നിന്നാണ് ഞങ്ങൾ യാത്ര തിരിച്ചത്. ഏതാണ്ട് 3 മണിക്കൂർ എടുക്കും സെർബിയയുടെ തലസ്ഥാനമായ ബെൽഗ്രേഡിൽ എത്തിച്ചേരാൻ. അപ്പോൾ ബെൽഗ്രേഡ് എത്താൻ ഇനിയും ഏതാണ്ട് 35-40 മിനിറ്റ് കൂടെ ബാക്കിയുണ്ട്. ഞാൻ പ്ലെയിനിൻ്റെ വിൻഡോയുടെ പുറത്തേക്ക് ചുമ്മാ ഒന്ന് നോക്കിയപ്പോൾ ഒരു വലിയൊരു നദി എനിക്ക് കാണാൻ പറ്റി. ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് ആ നദി മനസ്സിലായി. അത് യൂറോപ്പിൻ്റെ ചരിത്രത്തിൽ തന്നെ പ്രധാനപ്പെട്ട സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള 5 രാജ്യങ്ങളിലെ തലസ്ഥാന നഗരികളിൽ കൂടെ ഒഴുകി വരുന്ന ഡാന്യൂബ് നദിയാണെന്ന്. ആ നദിയുടെ ആ ഒരു മനോഹര ദൃശ്യം ഞാൻ ക്യാമറയിൽ കൂടെ പകർത്തി. എന്നിട്ട് ലാൻഡിങ്ങിനായി കാത്തുനിന്നു. അപ്പോൾ ഈ ബസ്സിൻ്റെ വിൻഡോയിലൂടെ കാണുന്നതാണ് അതിപ്രശസ്തമായിട്ടുള്ള ബെൽഗ്രേഡിലെ നിക്കോള ടെസ്ല ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇവിടെയാണ് ഞാൻ ലാൻഡ് ചെയ്തത്. ഗൂഗിളിൽ അടിച്ചു നോക്കിയപ്പോൾ ഞാൻ ബുക്ക് ചെയ്ത താമസ സ്ഥലത്തേക്ക് ഏതാണ്ട് 2 ബസ്സുകൾ മാറി. കാരണം വിമാനത്താവളത്തിന് പുറത്ത് തന്നെ പെട്ടെന്നൊരു ബസ് കിട്ടി. അതിൽ കയറി. ഡ്രൈവറോട് ടിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ് കയറി എന്നുള്ളൂ, പൈസ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയും ഞാൻ ബുക്ക് ചെയ്ത അക്കോമഡേഷനിലേക്ക് ഏതാണ്ട് 2 ബസ്സുകളും കൂടെ മാറിക്കയറണം. അപ്പം 2ാമത്തെ ബസ് പിടിക്കാൻ വേണ്ടി വേറൊരു ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നടക്കുന്നതിൻ്റെ ഇടയിൽ ബെൽഗ്രേഡിൻ്റെ കുറച്ച് രാത്രി ദൃശ്യങ്ങൾ ഞാൻ പകർത്തി. അപ്പോൾ ഇപ്പം സെർബിയയുടെ തലസ്ഥാനമാണ് ബെൽഗ്രേഡ്. പക്ഷേ പണ്ട് അത് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ കീഴിലുള്ള യൂഗോസ്ലേവിയയുടെ തലസ്ഥാനമായിരുന്നു. അപ്പം ആ കമ്മ്യൂണിസ്റ്റ് കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ചില പഴയ കെട്ടിടങ്ങൾ എനിക്കവിടെ കാണാൻ സാധിച്ചു. അപ്പോൾ വീട്ടിലേക്കുള്ള ബസ് പിടിക്കുന്ന പ്രയത്നത്തിലാണ്. സെർബിയൻ ഭാഷ അറിയാത്തതുകൊണ്ട് ആകെ പെട്ടിരിക്കുകയാണ്. എന്നാലും ഒരു ബസ് ഡ്രൈവർ ഞങ്ങളോട് പറഞ്ഞു ഓപ്പോസിറ്റ് സൈഡിൽ പോയി നിന്നാൽ കറക്റ്റ് സ്ഥലത്തേക്കുള്ള ബസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒടുവിലൊരു ബസ് കിട്ടി. ടാക്സി പിടിക്കാത്തതിൽ ഭാര്യ ഭയങ്കരമായിട്ട് കോപിച്ചിരിക്കുകയാണ്. പുള്ളിക്കാരി എന്നെ നോക്കുന്ന പോലുമില്ല. അപ്പോൾ ഇനി ഒരു ബസ്സും കൂടെ കയറിയാൽ മതി. ഞാൻ ബുക്ക് ചെയ്ത സ്ഥലത്തേക്ക് എത്തും. എയർപോർട്ടിൽ നിന്നും ഇറങ്ങിയിട്ട് ഏതാണ്ട് 40 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു 10 മിനിറ്റത്തെ യാത്ര കൂടെ ഉണ്ട്. അങ്ങനെ വീട്ടിലേക്കുള്ള അവസാനത്തെ ബസ് നമുക്ക് കിട്ടി. ഭാര്യ വളരെ ഹാപ്പിയാണ്. ഫൈനലി ഞങ്ങൾ ബുക്ക് ചെയ്ത അക്കോമഡേഷനിലെത്തി. അപ്പോൾ എയർബിഎൻബിയുടെ ആപ്പിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ വളരെ നല്ലൊരു റൂമാണ്. ബഡ്ജറ്റ് ട്രാവൽ നടത്തുന്നവരൊക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ എയർബിഎൻബിയിലെ ഒരു ഹോം സ്റ്റേ ബുക്ക് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ എണീറ്റു. ഇന്ന് ഡേ 1. അപ്പോൾ ഇന്ന് ബെൽഗ്രേഡാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ റെഡിയായിട്ട് ബെൽഗ്രേഡിലേക്കുള്ള ബസ് പിടിക്കാൻ വേണ്ടി നടന്നു. ബസ് സ്റ്റോപ്പിലെത്തി. ആൾക്കാരോടൊക്കെ ചോദിച്ചു. അവർ സെർബിയൻകാരൊക്കെ ആക്ച്വലി ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഞങ്ങൾ ബസ്സിൽ കയറി. ഡ്രൈവറിനോട് കറൻസി കാട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ഡിജിറ്റൽ ക്യാഷ് മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ, സാരില്ല നിങ്ങൾ കയറി ഇരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് ഫ്രീ ആയിട്ടൊരു ബസ് റൈഡ് കിട്ടി. ഒടുവിൽ ഞങ്ങൾ ബെൽഗ്രേഡിലെത്തി. അങ്ങനെ ഞങ്ങൾ ബെൽഗ്രേഡിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന റിപ്പബ്ലിക് സ്ക്വയർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് തന്നെ ഇന്നത്തെ ദിവസം തുടങ്ങാമെന്ന് വെച്ചു. അപ്പോൾ
നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ആയതുകൊണ്ട് തന്നെ ഈ സ്ക്വയറിൽ നിന്നും നഗരത്തിൻ്റെ പല ഭാഗത്തേക്ക് നമുക്ക് എളുപ്പത്തിൽ പോകാൻ പറ്റും. മാത്രമല്ല ബെൽഗ്രേഡ് നഗരം വളരെ ചെറിയ നഗരമാണ്. നമുക്ക് എല്ലാ സ്ഥലത്തേക്കും നടന്നെത്താൻ പറ്റുന്നൊരു സിറ്റിയാണ് ബേസിക്കലി ബെൽഗ്രേഡ്. അത് നിങ്ങൾ നെറ്റ് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഈ ഒരു റിപ്പബ്ലിക് സ്ക്വയർ അല്ലെങ്കിൽ ഈ ഒരു റിപ്പബ്ലിക് ചതുരത്തിൽ നമുക്ക് വലിയൊരു പ്രതിമ, ഒരു രാജാവിൻ്റെ പ്രതിമയും അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വലിയൊരു കെട്ടിടവും കാണാൻ സാധിക്കും. ആ കെട്ടിടം ബേസിക്കലി സെർബിയൻ നാഷണൽ മ്യൂസിയമാണ്. അപ്പം ഈ രാജാവ് എന്ന് പറയുന്ന ആളുടെ പേര്, ഈ രാജാവിൻ്റെ പേര് പ്രിൻസ് മൈക്കിൾ എന്ന് പറയുമ്പോൾ രാജകുമാരനാണ്. സോ അപ്പം ഈ ഒരു സ്റ്റാച്ചു കാണുന്ന ആൾ മൈക്കിൾ രാജകുമാറിൻ്റെതാണ്. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു സെർബിയൻ ചരിത്രത്തിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലം ഈ സെർബിയ ഓട്ടോമൻ തുർക്കികളുടെ കീഴിലായിരുന്നു. അപ്പോൾ അവിടെ നിന്നും ആദ്യമായിട്ട് സ്വാതന്ത്ര്യം വേണമെന്ന് ഇദ്ദേഹത്തിന് നേതൃത്വത്തിലാണ് ആക്ച്വലി ആ ഒരു മൂവ്മെൻ്റ് ഒക്കെ തുടങ്ങിയത്. അപ്പം ഞങ്ങളിതൊക്കെ ചെറുതായിട്ടൊന്ന് ക്യാമറയിൽ പകർത്തി എക്സ്പ്ലോറൊക്കെ ചെയ്തതിന് ശേഷം ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തീരുമാനിച്ചു. ഓൾമോസ്റ്റ് ഉച്ചയുടെ അടുത്ത് ഒരു 11-11:30 ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ നമുക്കൊരു ബ്രഞ്ച് ആവാമെന്ന് വെച്ചിട്ട് ഒരു സെർബിയൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി അത് തപ്പിയുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഞങ്ങളിങ്ങനെ നടന്നു. ആക്ച്വലി ഇവിടെ വിസിറ്റ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ റിപ്പബ്ലിക് സ്ക്വയറിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് തന്നെ ഒരുപാട് കഫേകളും റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാം തന്നെ നടന്നെത്താവുന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ എന്തായാലും അടുത്തുള്ളൊരു ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് ഒരു കഫേ കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് നടക്കാൻ വിചാരിച്ചു. ആ നടക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞങ്ങൾ കുറേ ദൃശ്യങ്ങൾ കൂടെ പകർത്തി. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഒരു സെർബിയൻ ബ്രേക്ക്ഫാസ്റ്റാണ് ഓർഡർ ചെയ്തത്. ഇവരുടെ ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ബ്രെഡും ഇവിടുത്തെ ചീസുമാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതിലൂടെ തന്നെ വളരെ പ്രത്യേക തരത്തിലുള്ള സോസേജ് ഇവരുണ്ടാക്കുന്നുണ്ട്. യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവർ പ്രത്യേക രീതിയിലാണ് ഇവിടുത്തെ സോസേജ് ഉണ്ടാക്കുന്നത്. വളരെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, വളരെ ഹെവി ആയിരുന്നു ആക്ച്വലി. അപ്പോൾ ഹെവി ആയിട്ടൊരു ബ്രഞ്ച് കഴിച്ചതിന് ശേഷം ഞങ്ങളിനി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ബെൽഗ്രേഡ് കാസിൽ അല്ലെങ്കിൽ ബെൽഗ്രേഡ് കോട്ട ലക്ഷ്യമാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഏതാണ്ട് 15 മിനിറ്റ് നടക്കാനുള്ള ഒരു ദൂരമാണ് ഉള്ളത്. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് നടക്കുന്ന വഴിയിൽ വീണ്ടും കുറേ ദൃശ്യങ്ങൾ കൂടെ ഞങ്ങൾ പകർത്തി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ബെൽഗ്രേഡ് നഗരത്തിലെ പ്രധാനപ്പെട്ട കാഴ്ചകളെല്ലാം തന്നെ ഒന്ന് നടന്നെത്താവുന്ന ദൂരത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ബഡ്ജറ്റ് ടൂർ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ വളരെ പറ്റിയ സ്ഥലമാണ് ബെൽഗ്രേഡ്.
റിപ്പബ്ലിക് സ്ക്വയറും ബെൽഗ്രേഡ് കാസിലും എക്സ്പ്ലോർ ചെയ്തതിനു ശേഷം ഞങ്ങൾ നേരെ നടന്നത് പ്രശസ്തമായിട്ടുള്ള നിക്കോള ടെസ്ല മ്യൂസിയത്തിലേക്കാണ്. അപ്പം ഒരുപാട് നടന്നുകൊണ്ട് ഞങ്ങൾ ഒരുപാട് ക്ഷീണിച്ചു. അപ്പം കുറച്ച് സമയം ഈ മ്യൂസിയം കൂടെ കണ്ടു തീർത്തിട്ട് ഇന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അപ്പോൾ നിക്കോള ടെസ്ല എന്ന് പറഞ്ഞ പ്രശസ്തനായിട്ടുള്ള ഭൗതിക ശാസ്ത്രജ്ഞൻ്റെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വസ്തുവകകളെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു അമേരിക്കയിൽ നിന്നും ലേലത്തിൽ പിടിച്ചിട്ട് അത് ഈ സെർബിയൻ നാഷണൽ മ്യൂസിയത്തിന് ഡൊണേറ്റ് ചെയ്തു. അപ്പം അത് കാണാനാണ് നമ്മൾ പോകുന്നത്. അപ്പം അകത്ത് വീഡിയോഗ്രാഫി പെർമിറ്റഡ് അല്ല, അതുകൊണ്ട് സ്റ്റിൽസ് മാത്രമേ എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ. ഇതിനുശേഷം ഞങ്ങൾ നേരെ വൈൻഡപ്പ് ചെയ്തിട്ട് ഇന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്തു ഞങ്ങളുടെ റൂമിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളൊരു ക്യാബ് എടുത്തിട്ട് ബെൽഗ്രേഡിലെ മെയിൻ ബസ് സ്റ്റേഷൻ ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. അപ്പോൾ സെർബിയയിലെ തന്നെ അതിപ്രശസ്തമായിട്ടുള്ള നോവി സാഡ് എന്ന് പറയുന്ന നഗരത്തിലേക്ക് ഒരു ബസ് പിടിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ബസ് സ്റ്റേഷനിലേക്കുള്ള യാത്രക്കിടയിൽ ക്യാബിലിരുന്നുകൊണ്ട് കുറച്ചും കൂടെ ബെൽഗ്രേഡിൻ്റെ ദൃശ്യങ്ങൾ ഞാൻ പകർത്തി. അപ്പോൾ സെർബിയയിലേക്ക് യാത്ര വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടുത്തെ ബസ് സ്റ്റേഷനുകളിൽ നമുക്ക് പ്രത്യേകം പ്ലാറ്റ്ഫോം ടിക്കറ്റിൽ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ബസ്സിലാണ് നമ്മൾ നോവി സാഡിലേക്ക് യാത്ര പോകുന്നത്. അപ്പോൾ ബെൽഗ്രേഡിൽ നിന്നും നോവി സാഡിലേക്ക് ബസ് ഓടിയെത്താൻ ഏതാണ്ട് 1 മണിക്കൂറും 10 മിനിറ്റും എടുക്കും. ഞാൻ കുറച്ചും കൂടെ ബെൽഗ്രേഡിൻ്റെ ദൃശ്യങ്ങൾ ബസ്സിലിരുന്ന് പകർത്തി. പ്രശസ്ത സെർബിയൻ ടെന്നീസ് കളിക്കാരനായ നൊവാക് ജോക്കോവിച്ച് അദ്ദേഹത്തിൻ്റെ ടെന്നീസ് കരിയർ ആരംഭിച്ച നഗരം കൂടിയാണ് നോവി സാഡ്. അങ്ങനെ നമ്മൾ നോവി സാഡിലെത്തി. പതുക്കെ ഇനിയും നോവി സാഡ് എന്ന് പറയുന്ന നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള മിൽറ്റിക് സ്ക്വയറിലേക്ക് നടക്കാൻ തീരുമാനിച്ചു. അപ്പം ഇങ്ങോട്ടേക്ക് യാത്ര വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നമുക്ക് ആക്ച്വലി ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, നോവി സാഡിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം തന്നെ നമുക്ക് നടന്നെത്താൻ സാധിക്കും. അപ്പം ഞങ്ങൾ എന്തായാലും നടക്കാൻ തീരുമാനിച്ചു. സോ ലെറ്റ്സ് എക്സ്പ്ലോർ നോവി സാഡ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നടന്ന് നോവി സാഡിൻ്റെ ഹൃദയഭാഗത്തുള്ള മിൽറ്റിക് സ്ക്വയറിലെത്തി. അപ്പോൾ യൂറോപ്പിലെ പല നഗരങ്ങളിലും നമുക്ക് ഇങ്ങനെ നഗരങ്ങളുടെ ഹൃദയഭാഗങ്ങൾ ഇതുപോലെ വലിയൊരു ഏരിയ, ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു സർക്കിൾ എപ്പോഴും നമുക്ക് കാണാവുന്നതാണ്. പ്രധാനപ്പെട്ട പല നിർമ്മിതികളും ഇതിന് ചുറ്റിയുണ്ടായിരിക്കും. അപ്പം നമ്മളെപ്പോഴും ഇതുപോലുള്ളൊരു യൂറോപ്യൻ നഗരം എക്സ്പ്ലോർ ചെയ്യാൻ പോകുമ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ഇതുപോലുള്ള സ്ക്വയറുകൾ അല്ലെങ്കിൽ ഹൃദയഭാഗത്തുള്ള ഇത്തരം സ്ഥലങ്ങൾ കണ്ടുപിടിക്കുക, എന്നിട്ട് അവിടെ നിന്ന് യാത്ര തുടങ്ങുക. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട ആ നഗരത്തിലെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്ന് തന്നെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. അപ്പം ഈ നോവി സാഡ് എന്ന് പറയുന്നത് ഈ ആർട്ട്, മ്യൂസിക്, ഫുഡ്, കൾച്ചർ തുടങ്ങി പല പല കാര്യങ്ങളുടെ ഒരു സമ്മേളനം നമുക്ക് ഈ നോവി സാഡിൽ കാണാൻ പറ്റും. യൂറോപ്പിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക നഗരമാണിത്. മാത്രമല്ല
എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അണ്ടർ റേറ്റഡ് സിറ്റിയാണ്. യൂറോപ്പിലെ മറ്റ് സിറ്റികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതധികം ശ്രദ്ധിക്കപ്പെടാത്തൊരു സിറ്റിയാണ്. അപ്പോൾ നിങ്ങളിവിടെ വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഞങ്ങൾ മിൽറ്റിക് സ്ക്വയറിലെത്തി കുറച്ച് ദൃശ്യങ്ങളൊക്കെ പകർത്തിയതിനു ശേഷം പെട്ടെന്ന് തന്നെ ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. ഏതായാലും ഈ ഒരു റെസ്റ്റോറൻറ്റാണ് ഞങ്ങൾ കയറിയത്. കുറച്ച് സെർബിയൻ ഫുഡ് ട്രൈ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അപ്പം ഞാൻ ഓർഡർ ചെയ്തത് ചീസും കുറച്ച് വെജിറ്റബിൾസും പോർക്കും കൂടിയുള്ളൊരു വിഭവമാണ് ഞാൻ ഓർഡർ ചെയ്തത്. ആക്ച്വലി നല്ല ഫുഡായിരുന്നു കേട്ടോ. കാരണം സെർബിയക്കാർ കുറച്ച് നമ്മുടെ കൂടെ തന്നെ സ്പൈസസ് അവർ ഉപയോഗിക്കും. അപ്പോൾ നമുക്കത് ഇവരുടെ ഫുഡ് കുറച്ച് എളുപ്പത്തിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നോവി സാഡിലെ മറ്റൊരു പ്രധാന കാഴ്ചയായ പെട്രോവരാഡിയൻ ടവർ എന്ന പേരിലുള്ള ഒരു കോട്ടയിലേക്ക് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. അപ്പം ഈ മിൽറ്റിക് സ്ക്വയറിൽ നിന്ന് ഏതാണ്ട് 20 മിനിറ്റ് നടക്കാനുണ്ട്. അങ്ങോട്ടേക്ക് എന്തായാലും ഞങ്ങൾ നോവി സാഡ് നഗരത്തിലെ മറ്റ് കാഴ്ചകൾ കണ്ട് അങ്ങ് നടക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ബെൽഗ്രേഡിൻ്റെ കൂട്ട് തന്നെ നോവി സാഡ് പട്ടണവും ഡാനൂബ് നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഡാനൂബ് നദിയുടെ കുറുകെയുള്ള ഒരു പാലം കടന്ന് വേണം നമുക്ക് പെട്രോവരാഡിയൻ ഫോർട്രസ് അല്ലെങ്കിൽ പെട്രോവരാഡിയൻ കോട്ടയിലെത്താൻ. ഈ പാലത്തിൽ കൂടെ നടക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കോട്ടയുടെ ക്ലോക്ക് ടവറുകൾ കാണാൻ പറ്റും. മാത്രമല്ല ഈ ഒരു കോട്ടയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അണ്ടർഗ്രൗണ്ട് ടണൽസും മുറികളും ഈ കോട്ടയ്ക്കുണ്ട്. ഇപ്പോൾ ഈ ഒരു കോട്ടയ്ക്കകത്ത് തന്നെ സെർബിയയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു സ്റ്റാർ ഹോട്ടൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ മലയാളികളായിട്ടുള്ള കുറേ യൂട്യൂബേഴ്സ് ഇവിടെ വന്ന് താമസിച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല യൂറോപ്പിലെ തന്നെ പ്രധാനപ്പെട്ട സംഗീത വിരുന്നുകളിലൊന്ന് വർഷാവർഷം ഇപ്പോൾ ഈ ഒരു കോട്ടയ്ക്കകത്ത് നടക്കാറുണ്ട്. അപ്പോൾ ഡാനൂബ് നദിയുടെ കുറുകെയുള്ള ഈ പാലത്തിൽ കൂടെ ഞാൻ ഈ നദിയുടെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പെട്രോവരാഡിയൻ ടവർ ലക്ഷ്യമാക്കി അല്ലെങ്കിൽ പെട്രോവരാഡിയൻ ഫോർട്രസ് ലക്ഷ്യമാക്കി നടന്നു. അങ്ങനെ ഞങ്ങൾ മിൽറ്റിക് സ്ക്വയറിൽ നടന്ന് ഡാനൂബ് നദിയുടെ കുറുകെയുള്ള പാലമൊക്കെ ക്രോസ് ചെയ്ത് ഒടുവിൽ പെട്രോവരാഡിയൻ ഫോർട്രസ് അല്ലെങ്കിൽ പെട്രോവരാഡിയൻ കോട്ടയ്ക്ക് താഴെ എത്തി. ഇനി കുറച്ച് മുകളിലേക്ക് കയറണം. അപ്പോൾ എന്തായാലും ഞങ്ങൾ കോട്ടയുടെ പടിക്കെട്ടുകളിൽ കൂടെ പതുക്കെ കയറാൻ ആരംഭിച്ചു. അങ്ങനെ ഞങ്ങൾ കോട്ടയുടെ ഏറ്റവും മുകളിലെത്തി. പെട്രോവരാഡിയൻ ഫോർട്രസിൽ നിന്ന് നമ്മൾ താഴേക്ക് നോക്കുവാണെങ്കിൽ ഡാനൂബ് നദി ശരിക്ക് വളരെ വ്യക്തമായി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ പറ്റും. മാത്രമല്ല ഈ ഡാനൂബ് നദിയുടെ ബാക്ക് സൈഡിലായിട്ട് നമുക്ക് നോവി സാഡ് നഗരവും കാണാൻ പറ്റും. അവിടുത്തെ പ്രധാനപ്പെട്ട നിർമ്മിതികൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു കോട്ട നിൽക്കുന്നത് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പോയിന്റിലാണ്. പിന്നെ അതുമാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു കോട്ടയ്ക്കകത്ത് ഇപ്പോൾ ഒരു വലിയൊരു 5 സ്റ്റാർ ഹോട്ടൽ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക്
ബുക്ക് ചെയ്ത് ഇവിടെ വന്ന് താമസിക്കുകയൊക്കെ ചെയ്യാം. വളരെ നല്ലൊരു സ്റ്റേ ആയിരിക്കും. നമ്മുടെ മലയാളീസ് ആയിട്ടുള്ള പല യൂട്യൂബേഴ്സ് ഇവിടെ വന്ന് സ്ഥാപിച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടിട്ടുണ്ട്. അങ്ങനെ പെട്രോവറാഡിയൻ കോട്ടയുടെ മുകളിൽ നിന്ന് ഡാം നദിയുടെ കാഴ്ചകളും നോവി സാഡ് നഗരത്തിൻ്റെ കാഴ്ചകളും ഒക്കെ കണ്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി അവിടുത്തെ ചുറ്റുവട്ടത്തുള്ള ചില കാഴ്ചകളും കൂടെ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് മിൽറ്റിക് സ്ക്വയറിലേക്ക് തന്നെ നടക്കാൻ തുടങ്ങി. അങ്ങനെ മിൽറ്റിക് സ്ക്വയറിൽ തിരികെ എത്തി കുറച്ചും കൂടെ കാഴ്ചകൾ പകർത്തിയതിനു ശേഷം ഞങ്ങൾ നോവി സാഡിൽ നിന്നും ബെൽഗ്രേഡിലേക്ക് തിരികെയുള്ള ബസ്സിൽ സ്ഥാനം പിടിച്ചു. തിരികെയുള്ള യാത്രയിൽ ബസ്സിലിരുന്നുകൊണ്ട് തന്നെ ആ പോകുന്ന വഴിക്കുള്ള കുറേയേറെ കാഴ്ചകൾ കൂടി ഞാൻ പകർത്തി. അങ്ങനെ നമ്മുടെ ബസ് നോവി സാഡിൽ നിന്നും ബെൽഗ്രേഡിലേക്ക് എത്തിച്ചേർന്നു. നിങ്ങൾ ഈ ദൃശ്യങ്ങൾ കാണുന്നതാണ് ന്യൂ ബെൽഗ്രേഡ് എന്ന് പറയുന്ന നഗരത്തിലെ പുതിയ ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലം. പിന്നെ അവിടെ നിന്ന് കുറച്ചും കൂടെ ബെൽഗ്രേഡിൻ്റെ രാത്രി ദൃശ്യങ്ങൾ പകർത്തിയതിനു ശേഷം ഞങ്ങൾ ഞങ്ങളുടെ ഹോം സ്റ്റേയിലേക്ക് നടന്നു. അപ്പോൾ ഇത് നമ്മളുടെ ഫൈനൽ ഡേ ആണ് സെർബിയയിലുള്ള. അപ്പം ബെൽഗ്രേഡിലെ റിപ്പബ്ലിക് സ്ക്വയറിൽ വീണ്ടും ഞങ്ങളെത്തി. എന്നിട്ട് ആദ്യത്തെ ദിവസം വരാൻ പറ്റാതെ പോയ സ്ഥലത്ത് കൂടെ കുറച്ച് സ്ഥലങ്ങളിലൂടെ ഞങ്ങളൊന്ന് നടന്നു. ആദ്യത്തെ ലക്ഷ്യം ഒന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ റിപ്പബ്ലിക് സ്ക്വയറിന് അടുത്ത് തന്നെയുള്ള ഒരു സെർബിയൻ ശ്രീലങ്കൻ ഫ്യൂഷൻ റെസ്റ്റോറൻറ്റിലെത്തി. അപ്പം അടുപ്പിച്ച് 2 ദിവസം സെർബിയൻ ഫുഡ് കഴിച്ചു. അപ്പം ഒരു ഏഷ്യൻ ഫുഡ് കഴിക്കാനൊരു തോന്നലുണ്ടായി. ഇപ്പം ശ്രീലങ്കൻ ഫുഡ് എന്ന് പറഞ്ഞാലും അത് നമ്മുടെ ഒരു ഫുഡുമായിട്ട് ഏകദേശം അടുത്ത് നിൽക്കും. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ പകർത്തുന്നതിനിടയിൽ ഒരു വെയിറ്റർ വന്നിട്ട് എന്നോട് ഫോട്ടോ എടുത്തു തരണമെന്ന് ചോദിച്ചു. അപ്പം ആ ഫോട്ടോയാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത ഫുഡ് എന്ന് പറയുന്നത് പോർക്കും റൈസും വെജിറ്റബിളും മുട്ടയും കൊണ്ടുള്ള ഒരു വിഭവമാണ്. കുറച്ച് ചീസും ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ സെർബിയൻ സ്പൈസും സോസും ഉണ്ടായിരുന്നു. ഫ്യൂഷനാന്ന് പറഞ്ഞാൽ ഒരു ഉഡായിപ്പ് ഫ്യൂഷൻ ആയിരുന്നില്ല, വളരെ നല്ലൊരു ഫ്യൂഷനായിരുന്നു. അവർ നല്ലപോലെ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. 2 സെർബിയൻ ഫുഡും ശ്രീലങ്കൻ ഫുഡും നല്ലപോലെ ബ്ലെൻഡ് ചെയ്തു. എന്നാലും ആ ഒരു സെർബിയൻ ടേസ്റ്റ് എടുത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വളരെ നല്ലൊരു ഫുഡായിരുന്നു. അതിനുശേഷം വീണ്ടും ഞങ്ങൾ റിപ്പബ്ലിക് സ്ക്വയറിൻ്റെ സൈഡിലുള്ള ചില സ്ട്രീറ്റുകളും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയി. അങ്ങനെ ഞങ്ങൾ റിപ്പബ്ലിക് സ്ക്വയറിന് അടുത്ത് നിന്ന് എയർപോർട്ടിലേക്കുള്ള ബസ്സിൽ കയറി. ഒരു 45 മിനിറ്റ് ഉണ്ട് റിപ്പബ്ലിക് സ്ക്വയറിൽ നിന്നും എയർപോർട്ടിലേക്ക്. അങ്ങനെ അടുത്ത യാത്രയിൽ വീണ്ടും കാണാമെന്ന് മനസ്സിലാലോചിച്ചുകൊണ്ട് ഞങ്ങൾ സെർബിയയ്ക്ക് വിട പറഞ്ഞു പതുക്കെ.